ഗാർഹിക പീഡന കേസിൽ കുറ്റാരോപിതനായ ആലങ്കോട് പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് ഷെരീഫ് രാജിവെക്കണമെന്ന് UDF പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭാര്യയെ നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നെന്ന പരാതിയിൽ പ്രതി ചേർത്ത ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരവും സ്ത്രീകളെ അധിക്ഷേപിക്കൽ, മർദ്ദനം എന്നീ വകുപ്പ് പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത കേസെടുത്ത സാഹചര്യത്തിൽ ആലങ്കോട് പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് ഷെരീഫ് ഗ്രാമപഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നും അദ്ദേഹം അതിന് തയ്യാറാകാത്ത പക്ഷം അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാൻ CPIM തയ്യാറാകണമെന്നും ആലങ്കോട് പഞ്ചായത്ത് UDF കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് UDFന്റെ ഒരു മെമ്പറുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച പറ്റിയതിന്റെ പേരിൽ ധാർമ്മികതയുടെ വലിയ ക്ലാസുകൾ എടുത്തുകൊണ്ട് CPM വലിയ പൊതുപരിപാടികളും പത്രസമ്മേളനങ്ങളും ഒക്കെ അവിടെ നടത്തിയത്. പക്ഷേ ആ ഒരു വിഷയത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസും UDFും എടുത്ത നിലപാട് എന്താണ് എന്നുള്ളത് നമ്മുടെ ഈ നാട്ടിലെ ജനം കണ്ടതാണ്. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പാർട്ടി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും മെമ്പർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആണ് അന്ന് UDF മുന്നോട്ട് പോയത്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയുടെ ഭാര്യ തന്നെ ഇത്തരത്തിലൊരു ആരോപണവുമായി മുന്നോട്ട് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചങ്ങരംകുളം പോലീസ് ഇപ്പോൾ FIR ഇട്ട കേസ് രജിസ്റ്റർ ചെയ്തു എന്നിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ചങ്ങരംകുളം പോലീസ് ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടികൾ കർശനമായി തന്നെ സ്വീകരിക്കണമെന്നും ഒപ്പം CPM വലിയ രീതിയിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്ന CPM ഇത്തരത്തിൽ അവരുടെ നിലപാട് ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് അടുത്ത ദിവസം UDF മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണ്ഡലം UDF കമ്മിറ്റി ചെയർമാൻ NK അൻവർ, കൺവീനർ രഞ്ജിത്ത് അഡാട്ട്, ഉമ്മർ തലാപ്പിൽ, പഞ്ചായത്ത് അംഗം കുഞ്ഞു കോക്കൂർ, റംഷാദ് കോക്കൂർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, ചങ്ങരംകുളം. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.